പി.സി. ജോർജിനെതിരെ കേസെടുക്കാനുള്ള നീക്കം രാഷ്ട്രീയമായി നേരിടുമെന്ന് ഷോൺ ജോർജ്. ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ അല്ലെന്നും ജിഹാദിന് വേണ്ടിയുള്ള മതമാറ്റത്തെ എതിർക്കുമെന്നും ഷോൺ വ്യക്തമാക്കി. പി.സി. ജോർജിനെ പിന്തുണച്ച് KCPCയും രംഗത്തെത്തി. പാലായിലെ ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ പി.സി. ജോർജ് നടത്തിയ പ്രസംഗത്തിനെതിരെ കേസെടുക്കാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് വ്യക്തമാക്കുന്നു മകനും BJP നേതാവുമായ ഷോൺ ജോർജ്. മീനച്ചിൽ താലൂക്കിലെ ലവ് ജിഹാദുകളുടെ എണ്ണമാണ് പ്രശ്നമെങ്കിൽ പി.സി. പരാമർശിച്ചതിനേക്കാൾ കൂടുതൽ കണക്കുകളുണ്ട്. ജിഹാദിന് വേണ്ടിയുള്ള മതം മാറ്റത്തെ എതിർക്കുമെന്നും പി.സി. ജോർജിന്റെ നാവിന്റെ താക്കോൽ പോലീസിന് നൽകാനാവില്ല എന്നും ഷോൺ ജോർജ് പറഞ്ഞു. പി.സി. ജോർജിന്റെ നാവിന്റെ താക്കോൽ പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആർക്ക് വേണ്ടി? ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടരും. കണക്കെടുത്ത് പുറത്തുവിട്ടാൽ ആ കുടുംബങ്ങളെ കൂടുതൽ അപമാനിക്കുന്നതിന് തുല്യമാവും. പക്ഷേ ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടവർ അതിൻ്റെതായ രീതിയിൽ ചോദിച്ചു. തീർച്ചയായിട്ടും കണക്കുകൾ നൽകാനുണ്ട്. 400 അല്ല എന്നിവിടെ മാത്രം പറയാം. അതിന് 50 എണ്ണം പറയാം. 50 എണ്ണമല്ല, എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാൻ ഇവിടെ കണക്കുണ്ട്. എത്ര എണ്ണം. അതേസമയം പി.സി. ജോർജിനെ പിന്തുണച്ച് KCPC രംഗത്തെത്തി. ലഹരി ഉൾപ്പെടെയുള്ള വിഷയത്തിലെ സാധാരണക്കാരന്റെ വികാരമാണ് പി.സിയുടേത്. ഏതെങ്കിലും മതത്തെ പറ്റിയുള്ള പരാമർശം ഉണ്ടായിട്ടില്ലെന്നും പി.സി. ജോർജിന്റെ പ്രസംഗത്തിൽ വിദ്വേഷ പരാമർശങ്ങളില്ല എന്നും കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ മദ്യവിരുദ്ധ സമിതി വ്യക്തമാക്കി. പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്ന് ഒരു മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയെന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കില്ല. കാരണം ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും എന്നൊക്കെയുള്ള 2 വാക്കുകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ എപ്പോഴും സംസാരവും അലയടിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. ലഹരി ആക്രമണങ്ങളെ നിസ്സാരവൽക്കരിക്കാനും വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുമുള്ള നീക്കവുമാണ് നടക്കുന്നതെന്ന് KCPC മദ്യവിരുദ്ധ സമിതി വിമർശിച്ചു. ജനം, കോട്ടയം.